ടേം തുടങ്ങുന്ന ദിവസമാണിന്ന്. എന്നിട്ട് നീ നിന്റെ വികൃതികൾ തുടങ്ങുകയും നീ സ്കൂളിന് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ അപമാനമാണ്. കോമാളിത്തരം കാട്ടി നടക്കുന്നു. യു ആർ എ റിയൽ ബഫൂൺ. ഇന്നു മുഴുവൻ നീ ഇതും തലയിൽ വെച്ച് നടക്കണം. മേലാൽ നിന്നെ കുറിച്ച് ഒരു പരാതിയും ഞാൻ കേട്ടുപോകരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഗെറ്റ് ഔട്ട്. You Pradeep Menon, come here. Don't repeat this. Sir. Yes, what do you want? English ക്ലാസ്സിലേക്കുള്ള വഴി ഏതാണ്? Aren't you in 12B? Yes, sir. ഈ കുട്ടിക്ക് ക്ലാസ്സിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കൂ. സർ, ഇയാളോടൊപ്പം എങ്ങനെ? ഒരു പുതിയ കുട്ടി പോലും നീ ഒരു റാസ്കലാണെന്ന് കരുതുന്നു. Anyway, take her to the class. Even മോശമായി പെരുമാറിയാൽ you report it to me. Yes, sir. Carry on, Pradeep. ചെറുക്സിന്റെ പേര് പ്രദീപ് എന്നല്ലേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ചെറുക്സേ. ഒരു കാര്യമില്ലാതെ അവരെന്തിനാ ചിരിക്കുന്നത്? ഐ മീൻ യുവർ എ ഹാൻസം ഫെല്ലോ. ഇപ്പൊ ഈ തൊപ്പിയും കൂടി ആയപ്പോ ശരിക്കും ഒരു സിൽവസ്റ്റർ സ്റ്റാലിൻ ലൈനാ. ഞാൻ പറയുന്ന കേൾക്ക്, ഇത് നന്നായിരിക്കുന്നു. സ്ഥിരമായിട്ട് ഇതും വെച്ചോണ്ട് നടന്നാ മതി. ബുദ്ധി അങ്ങനെ മേലോട്ട് വളരും. നടക്കടി. ചെറുക്കാ കളിക്കരുത്. ഞാൻ ഹെഡ് മാസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. പൊടി കൊരങ്ങ്. ശരിക്കും നീയായിരുന്നു ഒരു കൊരങ്ങ്. ഇന്ന് രാവിലെ അസംബ്ലി ഹാളില് ഹൗ വുഡ് യു റിയാക്ട് ഇഫ് ആൻ എഡ്യൂക്കേറ്റഡ് ഏബിൾ യങ് മാൻ വാസ് ഡിപ്രൈവ്ഡ് ഓഫ് സംതിങ് merely because of the color of his skin? What would you do if you were in his position? Would you accept? Silence, please. Are you trying to be funny? No, miss. Headmaster ഇത് വെക്കാൻ പറഞ്ഞിട്ടാ. ഓഹോ, ഏതായാലും നിനക്ക് നന്നായി ചേരുന്നുണ്ട്. പോയിരിക്കേ. Boys and girls, I want to introduce Daisy Thomas. Daisy മറ്റൊരു സ്കൂളിൽ നിന്ന് മാറി വന്നതാണ്. She was known for her academic brilliance. Daisy നല്ലൊരു ഗായിക കൂടിയാണ്. We welcome her. Now, would you fight the injustice done to you? Bear these questions in mind while reading the passage that follows. I'll fix her. E.R. Braithwaite is one of the famous black writers. She's really beautiful. Pradeep Menon, will you shut up? അല്ലെങ്കിൽ നിന്റെ തലയിലെ തൊപ്പി ഞാൻ ജീവിതകാലം മുഴുവൻ അവിടെ ഉറപ്പിക്കും. Silence, please. Hey, look. ഡെയ്സി, തൊപ്പി നിന്നെ തുറിച്ചു നോക്കുന്നുണ്ടല്ലോ. എന്താണാവോ കാര്യം? ഒന്നുമില്ല. He thinks he is too smart. ഞാൻ ശരിക്കും ഒരു ഡോസ് കൊടുത്തു. നന്നായി പോയി. He thinks he is very funny. കഴിഞ്ഞ വർഷം പാവം ബെസി അവൻ കരയിപ്പിച്ചു. എന്തിന്? ബെസിയുടെ തടി അറിയാമല്ലോ. പ്രദീപ് എപ്പോഴും അവളെ കളിയാക്കാറുണ്ട്. എന്തായാലും എന്റെ അടുത്ത് അവന്റെ കളിയൊന്നും നടക്കാൻ പോണില്ല. ഹാൻഡ്ലിംഗ് പ്രദീപ്, ഹാൻഡ്ലിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിനക്കറിയില്ല. അതാണ് നിന്റെ പ്രോബ്ലം. താൻ പോയി അവളോട് സംസാരിക്കേ. പ്രേമത്തിന്റെ കലയിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കാം. മര്യാദയ്ക്ക് പെരുമാറാൻ
ഞാൻ തന്നെയും മാമോദീസ മുക്കാം. അവൾ ആരാണ് അവളുടെ വിചാരം? അമ്മ മരിച്ചപ്പോ ഡെയ്സി വല്ലാതെ വിഷമിച്ചു കാണുമല്ലേ? പക്ഷേ അമ്മയെപ്പറ്റി ഞാൻ ഒരിക്കലും വിഷമിക്കരുതെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതൊക്കെ കരയാതെ സഹിക്കാൻ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നു. അമ്മ മരിച്ചപ്പോ വല്ലാത്ത ശൂന്യതയായിരുന്നു എനിക്ക്. ആയ ലക്ഷ്മി മാത്രമേ എന്നെ നോക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടിച്ചായനും, എ ക്രോണിക് ബാച്ചിലർ, ഇപ്പൊ കാനഡയിലാ. ഓ ഈസ് സച്ച് എ ഡാർലിംഗ്. ഡാഡിയോ? ബിസിനസിന്റെ തിരക്ക് കാരണം പപ്പയ്ക്ക് ഒന്നിനും സമയമില്ല. അതാ പപ്പ എന്നെ ഈ സ്കൂളിൽ ചേർത്തത്. ഡെയ്സി, താൻ പാട്ടുകാരിയല്ലേ? ടാലന്റ് കോntest വരുന്നുണ്ട്. ഡെയ്സി മത്സരിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഏയ് ഞാനില്ല, അത് പറ്റില്ല. ഡെയ്സി പാടണം. Hey, Daisy പാടാൻ പോകുന്നു. She's going to sing. Bomb. Thank you, students. That was Daisy. The next item is
നിന്റെ അച്ഛനും ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. 7 വർഷം, അതും അടുത്തടുത്തിരുന്നു. ബാലകൃഷ്ണ മേനോൻ ഈ സ്കൂളിലെ എക്കാലത്തെയും ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അയാളെ വിളിപ്പിച്ച് നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ബാലനില്ലല്ലോ. അതുകൊണ്ട് നീ എന്ത് കാണിച്ചാലും ഈ 1 വർഷം കൂടി ഞാൻ നിന്നെ സഹിച്ചേ പറ്റൂ. സർ, ഞാൻ നിന്റെ ഇളയച്ചൻ സ്ഥലത്തുണ്ടോ? ഈ കത്ത് നീ അദ്ദേഹത്തിന് കൊടുക്കണം. എനിക്ക് നിന്റെ സ്കൂളിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ നാളെ ഡൽഹിക്ക് പോവാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇളച്ച ഞാനൊരു കത്ത് തരാം, അത് പ്രിൻസിപ്പളിന് കൊടുക്കും. നിന്റെ അച്ഛൻ മരിക്കുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്റെ മകന് നീ അല്ലാതെ മറ്റാരും ഇല്ലാന്ന്. ജീവിതത്തിൽ എന്നെ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിന് കഴിഞ്ഞൊന്നും വരില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് നിറവേറ്റാൻ നീ തന്നെ എന്നെ സഹായിക്കണം. എന്താണ് എല്ലാരും ഇവിടെ? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ നോക്കി. നീ എവിടെ പോയിരുന്നു? ഹെഡ് മാസ്റ്റർ കാണാൻ. തിരിച്ചു വന്നപ്പോ നിങ്ങൾ ആരുമില്ല. അപ്പൊ വെറുതെ ഇറങ്ങിയതാ. ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, പതിവ് വാർണിംഗ്സ്. ബട്ട് ഹൂ ദ ഹെൽ ഡസ് ഷി തിങ്ക് ഷീ ഈസ്? ബ്ലഡി ബിച്ച്. What do we say? She's just beautiful. നീ വായി നോക്കി നടന്നോ. പക്ഷേ എന്റെ അടുത്ത് ഞഞ്ഞാവിഞ്ഞ പരിപാടിയും കൊണ്ട് വന്നാൽ ഐ വിൽ ടീച്ച് ഹർ എ ലെസൺ. വലിയ കുട്ടിയായി പോയല്ലോ മോനെ. പ്രദീപ്, ഇത് മിസ്റ്റർ രവി. ഹലോ. ഞാൻ നിനക്ക് എഴുതിയിരുന്നല്ലോ മോനെ. മിസ്റ്റർ രവി ലേക്കിന്റെ കരയിൽ ഒരു കോട്ടേജ് വാങ്ങാൻ പോകുന്നു. മോനിനി എന്നും അമ്മയുടെ കൂടെ താമസിക്കാലോ. ഞാൻ വരില്ല. ഐ വോണ്ട് കം. ഗെറ്റ് ലോസ്റ്റ്. അവൻ ശരിക്കും വലിയ കുട്ടിയായി പോയി. ചെയ്യാമായിരുന്നു, പക്ഷെ സ്ഥാനം തെറ്റിപ്പോയി. What nonsense is this? I am asking you, what nonsense is this? സർ, ഞാനല്ല സർ. Shut up! നിന്നെ നേരെയാക്കാൻ കഴിയുമോ നോക്കട്ടെ. മിസ്റ്റർ ചാരംഗമാണി, ഇവൻ നമ്മളുടെ സ്കൂൾ കോറിഡോർ മുഴുവൻ വൃത്തിയാക്കട്ടെ. as a punishment. What about bathroom, sir? No, this time only corridor.
ശരിക്കും കുറ്റക്കാരനാ. പോയി കംപ്ലൈന്റ് ചെയ്യും. പ്രദീപ് Leave me alone. ശരിക്കും കിട്ടിയടാ പ്രദീപിന്. കണ്ടോടാ, അങ്ങനെ ഇരിക്കും അരവിന്ദനോടെ കളിച്ച. പ്രദീപ്, I'm very sorry. You get lost. ഞാൻ ശരിക്കും പേടിച്ചു പോയി. തനി ഭ്രാന്തനെ പോലെയായിരുന്നു അപ്പ ആ കുട്ടിയുടെ മുഖം. ദേഷ്യം വന്നാലേ എന്തും ചെയ്യാൻ അവൻ മടിക്കില്ല. താൻ ഇനി പ്രതിന്റെ മുമ്പിൽ പോണ്ട. എനിക്കറിയാം, പ്രദീപ് അടിയും വഴക്കും ഒക്കെ എപ്പോഴും ഉണ്ടാക്കുമെങ്കിലും he wouldn't have done this. അരവിന്ദനൊരു വായ നോക്കിയാ. എന്നാലും ആ കുട്ടി അങ്ങനെ ചെയ്യാവോ? അതും എല്ലാ കുട്ടികളുടെ മുൻപിൽ വെച്ച്. അമ്പടി, അപ്പൊ ആരും കാണാതെ കിസ് ചെയ്തിരുന്നെങ്കിൽ നീ കംപ്ലൈന്റ് ചെയ്യില്ലായിരുന്നല്ലേ? ഇതാര്? മോള് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എഴുത്ത് കിട്ടിയോ? അതല്ലേ ആയ പോന്നത് മോളെ. ഈ സ്കൂൾ എങ്ങനെ കണ്ടുപിടിച്ചു? മൂത്ത മോൻ ഇപ്പൊ ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റില. ഞാൻ അവന്റെ അടുത്ത് വന്നു ഇന്നലെ. ഇവിടെ വന്ന് കുറെ ദിവസം ആയെ കാണാതെ എനിക്ക് എന്ത് സങ്കടായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ കിടന്ന് കരയുമായിരുന്നു. എന്റെ മോളെ. എന്താ? ഞാൻ നിന്നെ വിളിക്കാൻ വന്നതല്ല, കാണാൻ മാത്രം വന്നതാ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ മോനെ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതാ സീറ്റ്സ് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കൂ. വേണ്ട, എനിക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകനാ, വലിയ ദേഷ്യക്കാരനാ. സാക്ഷിയിൽ പിന്നെയും 4-5 കുങ്കുമപ്പൂവുകൾ. കാവ്യാനുഭൂതി അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ട് കാണും. വള്ളത്തോളിന്റെ, ഉള്ളൂരിന്റെ, കുമാരനാശന്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതേപ്പറ്റിയാണ് കവി വർണ്ണിക്കുന്നത്. യെസ്, ഗെറ്റ് ഇൻ. എന്താ പ്രദീപിന്റെ അമ്മ തന്നതാ. എന്തിന്? ഇന്ന് പ്രദീപിന്റെ ബർത്ത്ഡേയാ. ഏടാ കള്ള, എന്നിട്ട് നീ എന്താ പിന്നെ പറയാതിരുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊന്നയ്യ, ഇവളെന്ന് ഞാൻ തന്നെ ഓടിച്ചോട്ടെ? അമ്മ, உங்களுக்கு പഴക്കം കമ്മിമ്മ. അതൊന്നുമില്ല, ഇപ്പൊ കൊറേ നാളായില്ലേ. அம்மா பாத்து போங்கம்மா. அம்மா
എന്താ പ്രദീപ്, എന്തു പറ്റി? ഞാൻ നീ കാര്യം എന്താന്ന് പറയൂ. ഡേസി കുതിരപ്പുറത്ത് നിന്ന് വീണു. ഡെയ്സി? ഞാൻ തള്ളിയിട്ടു. നിനക്ക് പ്രാന്തട്ടോ? ഞാനിനി സ്കൂളിലേക്കില്ല. ഇല്ല. പ്രദീപ്, നീ ഇപ്പൊ നോർമൽ അല്ല. കുറച്ചേരം റെസ്റ്റ് എടുക്ക. ഞാൻ പോയി അന്വേഷിക്കാം. വരൂ. ഡെയ്സിയെ സ്കൂൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ചില്ലറ പരിക്കുകൾ, അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി നിന്നെ പറ്റി പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവള് തന്നെത്താൻ കുതിരപ്പുറത്തുനിന്ന് പിടിവിട്ട് വീണു എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. പനിക്കുന്നുണ്ടല്ലോ. ഓക്കെ, യു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. Hey, look, പ്രദീപ്. Hey, പ്രദീപ്, നീ എവിടെയായിരുന്നു? വാ നമുക്ക് ടൗണിൽ പോവാം. ഞാനില്ല, എനിക്ക് ഹിസ്റ്ററി മാസ്റ്റർ കാണണം. അവൻ എന്തിനാ ഇപ്പൊ ഹിസ്റ്ററി മാസ്റ്ററിനെ കാണുന്നത്? ഇന്ന് ഹിസ്റ്ററി മാസ്റ്റർ ലീവ് അല്ലേ? ലെറ്റ്സ് ഫോളോ ഹിം. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഡെയ്സി, ഒരു വിസിറ്റ്. ഞാൻ ഇതുവരെ ആരോടും ക്ഷമ ചോദിച്ചിട്ടില്ല. But now I'm sorry, Daisy. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. വല്ലതും പറ്റിയോ? പറ്റിയെന്നോ? ദേ ഇവിടെ 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 ചത്തു പോണ്ടതായിരുന്നു. പക്ഷേ സാരമില്ല. പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനെ വിശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞതാരാ? പിന്നൊരുമാതിരി അഞ്ഞാവുഞ്ഞ വർത്താനം പറയുന്ന പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞതാരാ? എന്നിട്ടിപ്പൊ നമ്മൾ പോലും അറിയാതെ ഒരു പെണ്ണായ ഡേസിയെ കണ്ടിട്ട് വന്നതാരാ? ഒരിക്കലും കള്ളം പറയാത്ത പ്രദീപ് ദി ഗ്രേറ്റ് 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 മേനോൻ. പ്രേമം തുടങ്ങി, ഇനി ബോംബിന് വിലയില്ല. കുംഭകോനുടയ കുംഭനാനയുടെ കുംഭവും കനകകുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ അമ്പിനോടറികശ. Naughty boys. മയക്കുമരുന്നിന്റെ ശക്തി അവസാനിച്ചപ്പോൾ കണ്ണു തുറന്നെഴുന്നേറ്റ ജൂലിയറ്റ്
മരിച്ചു കിടക്കുന്ന റോമിയോയെയാണ് കണ്ടത്. അവന്റെ നെഞ്ചിൽ നിന്നും കഠാര വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി ജൂലിയറ്റും റോമിയോയുടെ ശവശരീരത്തിന്മേൽ വീണ് പിടഞ്ഞു മരിച്ചു. ജീവിതത്തിൽ ഒരുമിക്കാനായില്ലെങ്കിലും മരണത്തിൽ അവർ ഒരുമിച്ചു. എന്താ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? ഗുഡ്. ഇത്തവണ ആർട്സ് ഡേക്ക് നമുക്ക് ഈ നാടകം അവതരിപ്പിക്കാം. എന്താ? ആ ശരി. ജൂലിയറ്റിന്റെ ഭാഗം ആരഭിനയിക്കും? പറ്റില്ല, താൻ തന്നെ. സൈലൻസ്. ഡെയ്സി തന്നെ ജൂലിയറ്റ്. അപ്പോ റോമിയോ ആയി ആരഭിനയിക്കും? സർ, ഞാൻ അഭിനയിക്കാം സർ. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ റോമിയോ ഒന്നുമല്ലല്ലോ. ഓ, അങ്ങനെ വരട്ടെ. അതാ ഇന്നലെ എന്നെ കാത്തു നിൽക്കാതെ വലിയ ഗമയിൽ അങ്ങ് പോയതല്ലേ? ചിരിക്കണ്ട. ഓ, ചിരിക്കുന്നില്ല. പ്രദീപ്, ഞാൻ ജൂലിയറ്റൊന്നും ആവാൻ പോണില്ല. ഞാൻ അരവിന്ദന്റെ കൂടെ അഭിനയിക്കുമെന്ന് ശരിക്കും വിചാരിച്ചോ? അപ്പോഴേക്കും അസൂയായില്ലേ? അല്ല, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ? അതെ. പ്രദീപിനെ എനിക്കും. ഇതാരാ? ഞാൻ തന്നെ. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാറെടുത്ത് പുറത്തുപോയി. എന്തോ മീറ്റിംഗോ മറ്റോ ആണെന്ന് പറഞ്ഞു. വളരെ വൈകിട്ടാണ് തിരിച്ചു വന്നത്. പ്രദീപ്, നീ ഉറങ്ങിയില്ലേ? ഇല്ല. മോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. തിരിച്ചു വന്നതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, ഭയങ്കര വഴക്ക്. എനിക്ക് പേടിയായി. ഇന്നെങ്കിലും നിനക്ക് ഈ മഹിളാ സമാജം പരിപാടി ഒഴിവാക്കാമായിരുന്നു. അതിനിപ്പോഴെന്തു പറ്റി? പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഏതായാലും ഈ അഴിഞ്ഞാട്ടം കുറെ കൂടുന്നുണ്ട്. അഴിഞ്ഞാട്ടോ? ഛേ, നാണല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. നാണവും മാനവും ഒക്കെ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എനിക്ക് നാലാളുടെ മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടതാ. ലുക്ക്, ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനും ഒരു നല്ല തറവാട്ടിൽ ജനിച്ചതാണ്, വളർന്നതാണ്. അത് പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും എന്നെ എന്നും സംശയമായിരുന്നല്ലോ. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ. സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും. തക്കതായ കാരണം? ഇതുവരെ കേട്ടുമടുത്ത കാരണമല്ലേ? അതോ പുതിയത് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? മാലതി, ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് മറ്റുള്ളവരിലും വിശ്വാസം കുറയും. മാലതി, will you please shut up? You shut up. You started it. You slap me. You ഡാഡി,
Shame on you. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവരങ്ങനെയായിരുന്നു. കീരിയും പാമ്പും പോലെ അന്യോന്യം കുറ്റപ്പെടുത്താതെ ഒരിക്കലെങ്കിലും അവർ സംസാരിച്ച് കേട്ടത് എനിക്ക് ഓർമ്മയില്ല. അതിനിടയിൽ കിടന്ന് വീർപ്പുമുട്ടിക്കൊണ്ടിരുന്ന എന്നെ രക്ഷിക്കാനായിരിക്കും ഒരുപക്ഷെ അച്ഛൻ എന്നെ ബോർഡിങ്ങിൽ ചേർത്തത്. ഇനി ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ? വലിയ സ്കൂളായിരിക്കും അച്ഛാ അത്? എന്താ സ്കൂളിന്റെ പേര്? ഞാൻ മറന്നുപോയി. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. ഒരു രാത്രി വാർഡൻ വന്ന് എച്ചം വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ ഇളയച്ചൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്കാ വീട്ടിലെത്തിയത്. അച്ഛനെ ഒരു വെള്ളത്തുണി കൊണ്ട് മൂടി നിലത്ത് കിടത്തിയിരുന്നു. എനിക്കാദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ എല്ലാം ഇളയച്ചൻ പറഞ്ഞു തന്നു. അന്നു മുതൽ എന്റെ കാര്യങ്ങളെല്ലാം ഇളയച്ചനാ നോക്കുന്നത്. എവിടെ പ്രദീപിന്റെ ഇളയച്ചൻ? ഇവിടെ അടുത്ത് തന്നെയാ. ഇളയച്ചൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ബൊട്ടാനിക്കൽ റിസർച്ചിലെ റിസർച്ച് ഓഫീസറാ. പിന്നെന്താ പ്രദീപ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്? ഇളയച്ചന്റെ കൂടെ താമസിച്ചൂടെ? ഇളയച്ചൻ ഒറ്റയ്ക്കാ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഒരു ദിവസം നമുക്കവിടെ പോവാം. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ചാ മരിച്ചത്. ബോംബെയിലെ ജസ്ലോക് ഹോസ്പിറ്റലിൽ. ക്യാൻസർ ആയിരുന്നു. അമ്മ പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. വാടും വഴക്ക് പറയൂ? പോട്ടെ. ബൈ. ബൈ. പോണില്ലേ? ആദ്യം പ്രദീപ് പോണത് എനിക്ക് കാണണം. ആദ്യം ഡേസി പോവും. ഡേസി പോണത് എനിക്കും കാണണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. ശരി. എന്താ? എന്താ? ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു കാര്യം തരാൻ മറന്നു. എന്ത്? ആദ്യം ഡേസി പറയൂ, പറഞ്ഞാ തരാം. രാത്രി ഇതാ അവിടെ ഒരു നക്ഷത്രം ഉദിക്കും. രാത്രി കൃത്യം 9 മണിക്ക് ഞാൻ എന്റെ ജനലിൽ കൂടി ആ നക്ഷത്രത്തെ നോക്കി നിൽക്കും. അതെന്തിനാ? പറയണ കേൾക്ക് ചെറുക്സേ, ഇങ്ങനൊരു ബുദ്ധൂസ്. രാത്രി കൃത്യം 9 മണിക്ക് പ്രദീപും ആ നക്ഷത്രത്തെ നോക്കണം. അപ്പൊ ഞാൻ പ്രദീപിനെയും പ്രദീപ് എന്നെയും ഓർത്ത് ഒരേ സമയത്ത് ഒരേ നക്ഷത്രത്തെ നോക്കി നിൽക്കും. അത് രസമായിരിക്കും. ആ, ഇനി എനിക്കെന്താ തരാൻ മറന്നത്? തരൂ. ഇത് ശരിയാവെന്ന് തോന്നുന്നില്ല രവി. ഏത്? നമ്മുടെ വിവാഹം. മാലതി വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കൂ. അതല്ല രവി, പ്രദീപിനെ കണ്ടതിന് ശേഷം വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പ്രദീപും നമ്മുടെ വിവാഹമായിട്ട് എന്ത് ബന്ധം? ഞാനൊരു അമ്മയും കൂടിയാണ് രവി. അവനൊരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ ഒന്നും പറയേണ്ടി വരില്ലായിരുന്നു. മുതിർന്നവനായിരുന്നെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അവനിപ്പോ രണ്ടുമല്ലാത്തൊരു പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ അവന്റെ അച്ഛൻ
ഇനി അമ്മയും കൂടി അവന് നഷ്ടപ്പെട്ടാൽ So, we will still be friends, Ravi. is that your final? I understand. എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോഴായാലും ഞാനുണ്ട്. എന്താ? മിസ്റ്റർ രവി പോയി സ്റ്റേറ്റ്സിലേക്ക്. എനിക്ക് മോനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല മോനെ. അതിന് ഞാനെന്ത് വേണം? നമുക്ക് നാട്ടിലേക്ക് പോവാം മോനെ. അവിടെ അമ്മയുടെ പഴയ വീട് ഇപ്പോഴും ഉണ്ട്. ഞാനില്ല. നീയല്ലാതെ അമ്മയ്ക്കിപ്പോ വേറെ ആരുമില്ല മോനെ, വേറെ ആരുമില്ല. നിന്റെ പ്രായത്തിൽ അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ ആരുമില്ലാണ്ടായി. ആരുമില്ലാണ്ട് ജീവിക്കാൻ അമ്മയ്ക്ക് വയ്യാതായി മോനെ. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? മോനങ്ങനെ പറയരുത്. നാട്ടിലിപ്പോ നല്ല സ്കൂളൊക്കെ ഉണ്ട്, നമുക്ക് പോവാം മോനെ. പൊയ്ക്കോ മര്യാദയ്ക്ക് ഇവിടുന്ന്. മേലാൽ ഇവിടെ വരരുത്. ഓ മരണം വന്നേ തീരൂ. നിന്നെ ഞാനല്ലേടാ പെറ്റത്. നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. Get lost and leave me alone. മോനെ, leave me alone. Auntie, Pradeep really doesn't mean it. Auntie വിഷമിക്കാതെ. Everything will be all right. മിസ്റ്റർ രവി പോയി സ്റ്റേറ്റ്സിലേക്ക്. എനിക്ക് മോനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല മോനെ. Get lost and leave me alone. ഇളയച്ചനോ? അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്കാ? നിന്റെ അമ്മ ഹോസ്പിറ്റലാണ്. ഞാൻ വരുന്നില്ല. പ്രദീപ്, ഈയിടെ ഇവിടെ വന്ന് അവരെന്ത് ബഹള കൂട്ടിയെന്നറിയോ ഇളയച്ചന്? നാട്ടിലേക്ക് പോകാന്നും പറഞ്ഞ് അയാൾ സ്റ്റേറ്റിലേക്ക് പോയത്ര. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെട്ടു. അതൊന്നും ആലോചിക്കേണ്ട നേരമല്ലിത്. പ്രദീപ്, നീ വരൂ. ഞാൻ വരില്ല. പ്രദീപ്, എന്റെ വിരൽത്തുമ്പെ പിടിച്ചു നടന്നാണ് നിന്റെ പ്രായം വരെ നിന്റെ അമ്മ വളർന്നത്. എനിക്ക് പോകാതിരിക്കാൻ വയ്യ. ഞാൻ അവരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എങ്കിൽ ഞാനിനി അങ്ങോട്ടും വരുന്നില്ല. അത് നിന്റെ ഇഷ്ടം. എന്തൊക്കെയായാലും മാലതി അവന്റെ അമ്മയല്ലേ. എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഡേസി, ഒരു വിധവയായിട്ട് പുണ്യസ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട പ്രായമല്ല പ്രദീപിന്റെ അമ്മയ്ക്ക്. മാലതി ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് മകനെ ഓർത്ത് മാത്രമാണ്. ഇന്ന് ആ സ്ത്രീക്ക് ഇവനല്ലാതെ മറ്റാരുമില്ല. കുട്ടി അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. നീ പറഞ്ഞാൽ മാത്രമേ ഇന്നവൻ കേൾക്കൂ. യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഇൻഫ്ലുവൻസ് ഹിം. ഡേസി, പ്ലീസ്. പ്രദീപ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട. എന്തായി പറയുന്നത്? അമ്മ ഇല്ലാത്തവർക്ക് അമ്മയുടെ വില അറിയൂ. എനിക്ക് പ്രദീപിന്റെ അമ്മയെ കാണണം. പാവം. പോകരുതെന്നല്ലേ പറഞ്ഞത്? എന്തായാലും പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത പ്രദീപിന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെയാ അത് വിശ്വസിക്കുക? പ്രദീപിനെ ഓർത്താണ് അമ്മ രണ്ടാമത് മാരേജ് ചെയ്യാതിരുന്നത്, അറിയോ?
പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരും. വെറുതെ ഒരു വാശികള്. ലാളനം കരളിൻ കയ്യാ പരിലാളനം സുഖസാന്ത്വനം ഏതോ മൗനം താരാട്ടു പാട്ടായി സിരകളിൽ ഒഴുകിടവേ ലാളനം കരളിൻ കയ്യാ പരിലാളനം സുഖസാന്ത്വനം ഏതോ മൗനം താരാട്ടു പാട്ടായി ചിരകളിൽ ഒഴുകിടവേ ലാളനം കരളിൻ കയ്യാ. പൂങ്കുയിൽ വന്നു സ്വന്തം കൂടും തേടിയതാ പോയ പൂങ്കുയിൽ വന്നു സ്വന്തം കൂടും തേടിയതാ വാത്സല്യത്താ തുടിക്കുന്ന നെഞ്ചിൽ അരുണിമ നിറഞ്ഞിടവേ ലാളനം കരളിൻ കയ്യാ. സ്നേഹനാളങ്ങൾ കണ്ണിൽ ഒന്നായി പൂക്കും നിമിഷങ്ങളിൽ സ്നേഹനാളങ്ങൾ കണ്ണിൽ ഒന്നായി പൂക്കും നിമിഷങ്ങളിൽ ആനന്ദത്താ ഇടരുന്ന ഹൃദയം തോമയും ജോണും ജീവനും ഒക്കെ ഉച്ചയ്ക്ക് തന്നെ പോയി. നാളെ കാലത്ത് ഡാഡി വരും. ഞാനും പോകും. വെക്കേഷൻ എനിക്ക് പേടിയാ. ശരിക്കും ഒറ്റയ്ക്കാവും. ഒന്ന് മിണ്ടാനും കൂടി ആരും ഉണ്ടാവില്ല. ഇപ്പോ അമ്മയും കൂടി പോയപ്പോ സന്ധ്യ ആവാറായി. പോവാം. എനിക്ക് ഡ്രസ്സും ബുക്സും ഒക്കെ പാക്ക് ചെയ്യാനുണ്ട്. അവിടെ ചെന്നാൽ നീ എനിക്ക് എഴുതൂ? പിന്നെ പ്രദീപ് റിപ്ലൈ അയക്കോ? ഇല്ല. അതെന്താ? നാളെ മുതൽ ദിവസവും ഞാൻ നിനക്ക് ഓരോ കത്ത് വീതം പോസ്റ്റ് ചെയ്യും. പിന്നെന്തിനാ മറുപടി അയക്കുന്നത്?
നീ എന്ന് വരും? ഞാൻ എഴുതാം. റെയിൽവേ സ്റ്റേഷനിൽ പ്രദീപ് കാത്തു നിൽക്കോ? എത്ര വേഗം സമയം പോകുന്നത്. എത്ര വേഗം. ലെറ്റർ ഉണ്ടോ? ലെറ്റർ ഉണ്ടോ? ഒന്ന് പറയൂ. ലെറ്റർ ഉണ്ടോ? ലെറ്റർ ഉണ്ടോന്ന്? പ്രദീപ് മേനോൻ, റോസ് കോട്ടേജ്, ഗോൾഫ് ലിങ്ക് റോഡ്. ഗോൾഫ് ലിങ്ക് റോഡാ? അതെന്ത പക്കം? அந்த பக்கம். அந்த பக்கமா? സാർ സാർ സാർ, എനിക്ക് ലെറ്റർ ഉണ്ടോ? ലെറ്റർ എന്താ വീട്ടിലെ കൊണ്ടു തരമാട്ടെ? ബാസ്റ്റർഡ്! കൂപ്പിട്ടിയാ? Evening 4:30. Yeah. ഹായ് ഡേസി. ഞാൻ ഹായ്. പോട്ടെ. ഡേസി, എനിക്ക് ഡേസിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി, ഞങ്ങൾക്ക് ആർട്സ് ക്ലാസ്സിൽ പോകണം. സമയമായി. ഇവൻ എന്തു പറ്റി? വാ പ്രദീപ്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു? ഒന്നുമില്ല. What happened to you? Mind your own business. ഡേസി, കത്തയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അയക്കാതിരുന്നത്? ഡേസി, എന്താ ഇത്? What? ഡേസി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനിത് മിണ്ടുന്നുണ്ടല്ലോ. അതല്ല, എനിക്ക് ഡേസിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിനക്കറിയോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന്? എന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പ്രദീപ്, എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത് പ്ലീസ്.
ആ ബാസ്റ്റേഡ് കാരണമാ ഡെയ്സി എന്നോട് മിണ്ടാത്തത്. ആര്? അവളെ ദിവസവും ജീപ്പിൽ കൊണ്ടുവരുന്നവൻ. ഡൈനമൈറ്റ്. ജീപ്പിന്റെ ഫ്രണ്ട് വീൽ അല്ലെങ്കിൽ ബാക്ക് വീൽ ഏതെങ്കിലും കേറാതിരിക്കില്ല. കേറിയാൽ തവിട് പൊടി. 3 തരം. ഇതിന്റെ വലിയ ഫോമാണ് മൈൻ. ഇത്തവണ ചവിട്ടുന്നില്ല. ഇനി ഞാൻ ഹെഡ്മാസ്റ്ററെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ആണല്ല. ഒരുത്തം കെട്ട പിള്ളേ. Look at that. That one. That small one. അതാ Yeah. തേനീച്ച. പതുക്കെ. Hey! Ouch! എന്താ? ഡേസി Sani pani pani ma pani ga ma pani pa pa mani pa sa ni pa ga ma pani sa. Ting. Try once. സിഗരറ്റ് വലിച്ചാ പോരെ? രണ്ട് പൈപ്പ്. വന്നേ ഉള്ളൂ. ഒന്നോടെ പോയി. എവിടെ എവിടെ? Come on, tell me now. ഒന്ന്. സാർ, ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഞങ്ങളൊരു ഫ്രണ്ട് വീണ കാലൊടിഞ്ഞു. സ്കൂൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എവിടെ? അവിടെ സാർ, ഇതിനകത്ത്. മുട്ട ഇഷ്ടമാണ്. Excuse me, sir.
എന്നെ വിട്, നിന്നെ ഞാൻ കൊല്ലും. അഴിക്കില്ലയോ? അത്രേ ഉള്ളൂ. ആട്ടെ, കാര്യം എന്താണെന്ന് അറിയട്ടെ. ടീസി ഇട്ടോടാ, യു വിൽ ബി കിക്ക്ഡ് ഔട്ട് ഓഫ് ദി സ്കൂൾ. ഡേസിയാ നീ? ഡേസി ഡേസി കം 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 കം. ഞാൻ ആരാണെന്ന് അറിയാം. ഐ ഡോണ്ട് കെയർ. ഞാൻ ഡേസിയുടെ മൂത്ത സഹോദരൻ, ഒരമ്മ പെറ്റ മക്കൾ. വാട്ട് അങ്കിൾ? Don't call me uncle. I'm not that old. Sorry. James. James. Now tell me, എന്നെ കൊല്ലാൻ തോന്നാൻ എന്താ കാരണം? അത് ഞാൻ ഡേസിയുടെ കാമുകനാണെന്ന് വിചാരിച്ചല്ലേ? I'm sorry. But എന്താ? But why doesn't she talk to me? കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക. As if I don't exist. Why? You tell me why. അത് നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. Have you got some time to spare? Yes. കുഞ്ഞുനാൾ മുതൽക്കേ അവൾക്ക് എന്നോടായിരുന്നു കൂടുതൽ അടുപ്പം. ഒരു ചേട്ടൻ മാത്രമായിരുന്നില്ല ഞാൻ. അമ്മയും സഹോദരനും സുഹൃത്തും ചിലപ്പോൾ അച്ഛനും. ഇന്നും അങ്ങനെ തന്നെ. ഞാൻ അറിയാത്ത രഹസ്യങ്ങളൊന്നും എന്റെ അനിയത്തിക്കില്ല. സ്മോക്ക്. നോ, ഞാൻ വിളിക്കില്ല. കുട്ടിച്ചായനെ പറ്റി ഡേസിനോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മനസ്സിലായില്ല, അതുകൊണ്ടാ. ഐ എം സോറി. Love means never having to say that you're sorry. കേട്ടിട്ടുണ്ടോ? നിന്നെ പറ്റി അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡേസി എന്താ പറഞ്ഞത്? Tell me, did I do anything to hurt her? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നത്? നീ ഒന്നും ചെയ്തിട്ടല്ല. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആലോചിക്കുകയാണ്. എന്ത്? നീയും ഡേസിയും തമ്മിലുള്ള ബന്ധം, നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്താൽ നിങ്ങൾ പിരിയേണ്ട സമയം വരുമ്പോൾ നിനക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്ത്? പിരിയേണ്ട സമയമോ? എനിക്ക് ജീവനുള്ള കാലം വരെ. നിനക്ക് ജീവനുള്ള കാലം വരെ അവൾ ജീവിച്ചെന്ന് വരില്ല. അപ്പോഴോ? ഡോക്ടർ. Oh yes. So listen to the doctor. Daisy is suffering from a terminal disease. No. It can't be. No. It is. ഇക്കഴിഞ്ഞ വെക്കേഷനിൽ ഇടയ്ക്കിടെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് തലചുറ്റി വീണു, ഒരു കാരണവുമില്ലാതെ. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ബ്രെയിൻ ട്യൂമർ. We did a series of tests. Confirmed malignant. Oh my God. Is there no cure for this? അപൂർവം ചില കേസുകളിൽ സർജറി സഹായിച്ചിട്ടുണ്ട്. But the chances are remote. Very remote. വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം നിന്നോട് സംസാരിക്കാതിരുന്നത് നിന്നിൽ നിന്നും ഇത് ഒളിച്ചു വെക്കാനായിരുന്നു. നിന്നെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ. മനസ്സിലായോ? നീ ജീവിതത്തിൽ മറ്റൊരാളെയും സ്നേഹിക്കാത്ത പോലെ ഡേസിയെ സ്നേഹിക്കുന്നു. എനിക്കറിയാം, അവൾക്കും അറിയാം. Do you believe in God? Yes. എന്നാൽ ഈ സ്നേഹത്തിൽ നിന്നോട് മത്സരിക്കാൻ വേറൊരാൾ കൂടിയുണ്ട്. എന്നോട് മത്സരിക്കാനോ? ആര്? Your God. കേട്ടിട്ടില്ലേ? കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെയാണ് ദൈവം ആദ്യം വിളിക്കുന്നത്. You mean there's no hope at all? എന്നെ തീർത്തു പറയാനുള്ള അറിവോ ശക്തിയോ നമുക്കില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രദീപ്, പ്രദീപ്,
എന്നോട് പറഞ്ഞില്ല അല്ലേ? ഞാനാരാ? എന്നോട് എന്തിനാ പറയുന്നതല്ലേ? പറയണ്ട. എന്താ പ്രദീപ്? വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? ഡെയ്സിക്ക് എന്നോട് ഇഷ്ടമില്ല, അതല്ലേ പറയാഞ്ഞത്? You don't love me. I know that. Why should anyone love me? I bring bad luck to everyone. Pradeep Menon, will you please stop that and come here? First you tell me. ചേട്ടൻ പറഞ്ഞത് നേരാണോ? ആണോ? നേരാണ്. പക്ഷേ പ്രദീപ് പേടിക്കണ്ട. അടുത്ത് വന്നാൽ പകരുന്ന വ്യാധിയൊന്നുമല്ല ഇത്. Don't talk like that. Then come here. Come to me. You think I don't like you? You think I don't love you? Huh? ഇത് കണ്ടോ? എനിക്ക് അസുഖമാണെന്ന് കുട്ടിച്ചാൻ പറഞ്ഞു അല്ലേ? അത് നേരാണ്. ഞാനത് ഇതുവരെ പ്രദീപിനോട് പറയാതിരുന്നത് പ്രദീപിനെ വിഷമിപ്പിക്കാതിരിക്കാനാണ്. I didn't want you to lose everything you love. പിന്നെ കുട്ടിച്ചായൻ പറഞ്ഞു ഈ രോഗം മാറാൻ പ്രയാസമാണെന്നല്ലേ? You think I'm going to die? No, I won't let you. ഞാൻ സമ്മതിക്കില്ല. എന്റെ കുട്ടിച്ചായൻ നല്ലൊരു ഡോക്ടറാണ്. Others were also experts. But അവരെല്ലാം മനുഷ്യരല്ലേ, നമ്മളെ പോലെ. ഇതൊക്കെ നിശ്ചയിക്കുന്നത് I want to live, Pradeep. എനിക്ക് ജീവിക്കണം. I will live. I will live. എന്താ ആലോചിക്കുന്നത്? വെറുതെ അതോ ഇതോ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എല്ലാവരും മരിക്കും എന്നെങ്കിലും. Let's talk about something else, okay? Like what? Like ഇന്ന് അസംബ്ലി റൂംസിൽ നല്ലൊരു പടമുണ്ട്. വേണ്ട, ഒരു മൂഡില്ല. പ്രദീപ്, എന്താ? എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, പറയട്ടെ? സാധിച്ചു തരാമോ? പിന്നെന്താ, പറയൂ. 3 ആഗ്രഹങ്ങൾ. That's all. ആദ്യത്തെ പറയട്ടെ? എനിക്ക് ഉടനെ ക്രിസ്മസ് ആഘോഷിക്കണം. ഞാൻ സാന്റാക്ലോസ് ആണോ? രസമായിരിക്കും. പക്ഷേ ക്രിസ്മസിന് ഇനി മാസങ്ങളുണ്ടല്ലോ. നോ പ്രോബ്ലം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഇന്ന് വൈകുന്നേരം നമ്മൾ ക്രിസ്മസ് ഈവ് ആഘോഷിക്കുന്നു. നാളെ ക്രിസ്മസ്. ഓക്കെ? ലാ 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 ലാ.
There's a choir outside of my house singing Silent Night. For any little thing that's gone wrong, Christmas makes it right. The children are singing Christmas carols and everybody's holding hands. We've got that Christmassy feeling again. Singing joy to the world, and here comes Santa Claus. Mama's baking turkey and Daddy's making popcorn balls, and sisters hanging mistletoe. There's goodwill to all men. We've got that Christmassy feeling again. There's happiness in my heart with Christmas on its way. With the family all back together again. Oh, what a happy day. I hope it snows and the north wind blows. My boy wants a little toy train. We've got that Christmassy feeling again. കഴുതക്കുട്ടി തന്നതിന് നന്ദി. ഇറ്റ്സ് സോ ക്യൂട്ട്. അതിനെ കാണുമ്പോ പ്രദീപിന് ഓർമ്മ വരും. Oh, thank you. I know you have good taste. By the way, where's my gift? Oh my God. എനിക്ക് തന്ന ഗിഫ്റ്റ് ഇല്ലേ, അത്ര കോസ്റ്റ്ലി ഒന്നല്ലെങ്കിലും ഇതും ഒരു ഗിഫ്റ്റാണ്. ആ, എന്റെ രണ്ടാമത്തെ ആഗ്രഹം. പറയൂ. അതിന് 2 പാർട്ടുണ്ട്, എ ആൻഡ് ബി. എ, ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം. ബി, അത് ഞാൻ പിന്നെ പറയാം. ഒരു പെണ്ണിനെപ്പോഴും പെണ്ണിനെ പോലെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. ശരി, സൂര്യൻ അസ്തമിക്കും മുമ്പ് ഞാൻ അതും സാധിച്ചു തരാം. ആട്ടെ, എവിടുന്ന ഇതൊക്കെ കട്ടോണ്ട് വന്നത്? നോ, ഇതൊന്നുമല്ല. പെൺകുട്ടികളുടെ ഫേവറേറ്റ് ഡ്രസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ പറയാം. കല്യാണ വേഷമാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം. മനസ്സിലായോ? പക്ഷേ ഡേസിക്ക് എന്തിനാ ഇപ്പൊ ബ്രൈഡൽ ഡ്രസ്? എനിക്ക് പ്രദീപ് മേനനെ കല്യാണം കഴിക്കാൻ. ബട്ട് ദാറ്റ്സ് ഇല്ലീഗൽ. അതിന് പ്രായപൂർത്തിയാവണ്ടേ? പ്രേമത്തിന് എന്ത് നിയമം? Who will marry us? That's easy. The Baptist. കുട്ടികളെ, ഞാൻ ജോൺ കുരുവിള, നിങ്ങളുടെ സുഹൃത്തും ന്യായാധിപനും പുരോഹിതനുമാകുന്നു. നിങ്ങൾക്കെല്ലാം സമ്മതമാണോ? കുറ്റം സമ്മതിക്കുന്നു. പ്രദീപ് മേനൻ ഡെയ്സി തോമസ് എന്ന ഈ പാവം പെൺകുട്ടിയെ തന്റെ സുഹൃത്തും കാമുകയും ഭാര്യയും. ഹായ് ഡേസി തോമസ്, എങ്ങനെയിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം? ഫാന്റാസ്റ്റിക്, താങ്ക്സ്. പിന്നെ ഇറ്റ്സ് ഡെയ്സി മേനൻ, ഓക്കെ? ഓ സോറി. ആ, പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഇടയിലുള്ള സംബന്ധമല്ല ഇത് കേട്ടോ. 4 ആളുടെ മുമ്പിൽ വെച്ച് ചിലതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്.
ഐ ഡു ഐ ഡു ഐ ഡു എന്ന് 3 തവണ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിനിപ്പോ എന്തു പറ്റി? ഐ സ്റ്റിൽ ഡു സ്റ്റിൽ ഡു സ്റ്റിൽ ഡു. പ്രദീപ്, എന്താ? ഒന്നുമില്ല. ഞാൻ നാളെ പോവും. പോയിട്ട് എന്ന് വരും? ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വരാം. ആ, പിന്നെ 3ാമത്തെ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാം. അതെന്താ പിന്നെ? അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോ അത് സാധിച്ചു തരാൻ പ്രദീപിന് കഴിഞ്ഞില്ലെന്ന് വരും. ഐ സി. ഞാൻ പോട്ടെ. കാണാം റീത്തെ. ബൈ. തോമസ്, ഇതിൽ ബോംബൊന്നുമില്ലല്ലോ? ജോൺ, Go safe. Bye. ഞാൻ വരട്ടെ. സ്വാമിജി. God bless you. You'll be all right. Thank you. ഞാൻ വരട്ടെ. വസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡേസി 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 ലലലല. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡേസി 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 ലലലല. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം.
സ്വപ്നം മാത്രം, ഒരു ദുഃഖം മാത്രം. വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, പ്രേമാർദ്രയാം നിന്റെ നീല നേത്രങ്ങൾ. ഡേസി 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 ലലലല, ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. കണ്ണുനീർച്ചാലുമായി നീയൻ സവിധം വെടിഞ്ഞു. പിന്നെ ഞാനെന്നും തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി, തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി നരജന്മ മരുഭൂവിൽ അലയുന്നു നീലേ. ദേശീ 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 ലലലല, ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. പ്രദീപ്, എനി ന്യൂസ്? അവര് വരുന്നു. കുട്ടിച്ചായന്റെ ടെലഗ്രാം. വേറൊന്നുമില്ല, അറൈവിംഗ് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കാണും. അല്ലാതെ മടങ്ങി വരുമോ? അതെ, അത് തന്നെയാ പ്രദീപ്. പ്രദീപ് അപ്സെറ്റ് ആവണ്ടെന്ന് വെച്ച് ഓപ്പറേഷൻ അറിയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാവും. പക്ഷെ കുട്ടിച്ചായൻ ഉറപ്പ് പറഞ്ഞതായിരുന്നു. എന്നിട്ടും ഒക്കെ ശരിയാവും. നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും ശരി, ഡെയ്സിക്ക് ഒരു അബദ്ധം വരില്ല. ഐ എം ഷുവർ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമില്ലാതെ വരുമോ പ്രദീപ്? ഡെയ്സി, ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തു. താൻ പോയിട്ട് പിന്നെ വാ.
അവൻ പിന്നെ വരും. നമുക്ക് പോവാം. റെസ്റ്റ് എടുക്കണ്ടേ? കുട്ടിച്ചായ, How are you? ഫൈൻ. പിന്നെ എന്താ ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തത്? അത് ജനറൽ ഹെൽത്ത് ഹാസ് ടു ഇംപ്രൂവ്. BP, അനീമിയ. അവിടെ തന്നെ റെസ്റ്റ് എടുത്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞ്. ഞാനും ഇൻസിസ്റ്റ് ചെയ്തു. ഇവിടെ കേൾക്കണ്ടേ? ഇങ്ങോട്ട് മടങ്ങണമെന്ന് വാശി. ഈ ഓപ്പറേഷൻ വളരെ റിസ്കിയാ, അതല്ലേ ഫാക്ട്? We have to face the facts. What do you say? ആ സർജൻ എന്തു പറഞ്ഞു? അയങ്ങനെ പല ഓപ്പറേഷൻ ചെയ്ത ആളല്ലേ, അദ്ദേഹത്തിന് ഹോപ്പ് ഉണ്ടോ? തീരെ ഹോപ്പ്ലെസ് ആയ കേസസ് ചിലപ്പോ മിറാക്കുലസ് ആയി രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോ നമുക്കൊന്നും പറയാൻ നോക്കില്ല. മിറാക്കിൾ, ഇവിടെ ഒരു മിറാക്കിൾ ഉണ്ടാവട്ടെ എന്റെ ഈശ്വര. ഒരു രോഗവും ഇല്ലാത്തവർ പെട്ടെന്ന് മരിക്കുന്നു. നമുക്ക് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയും? I've seen it. Yeah. ലൈഫിനെ പറ്റി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ലേ? ഉണ്ടാവാം. മെഡിക്കൽ സയൻസ് പറയുന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് ആർക്കും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പ്രാർത്ഥിച്ച് മകന്റെ രോഗം അച്ഛൻ ഏറ്റുവാങ്ങിയതായി മുഗൾ ഹിസ്റ്ററിയിലുണ്ട്. അതുപോലെ That's history now, my boy. Let's hope for the best. നീ വല്ലതും കഴിച്ചോ? കഴിക്കണം. ഒന്നും വേണ്ട. അവളിപ്പോ പോയി കിടന്നേ ഉള്ളൂ. നീ ഇപ്പൊ അവിടെ. ഞാൻ ഉണർത്തില്ല, ഒന്ന് കണ്ടാ മതി. Get well, Daisy. Get well. ഞങ്ങള് ഡേസിയെ കാണാൻ വന്നതാ, ചുമ്മാ. ഇനി റെസ്റ്റ് എടുത്തോളൂ, ഞങ്ങൾ പിന്നെ വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. റെസ്റ്റ് റെസ്റ്റ് റെസ്റ്റ്, എനിക്ക് മടുത്തു. ആ പിന്നെ വാട്ട് ഇസ് ദ ലേറ്റസ്റ്റ്? നമ്മുടെ കോശി മിസ്സിന് ഇവിടെ ആരോടോ ഒരു നാട്ടുകാരായതുകൊണ്ട് എന്നോട് കുറച്ച് സംസാരിക്കും. നാട്ടുകാര് പോടാ, അവരെന്റെ നാട്ടുകാരിയാ. ഇവൻ തിരുവല്ലക്കാരൻ. ചേടാ, ഇത് ഞങ്ങളാരും അറിഞ്ഞല്ലോടാ കള്ള. മിസ് ഹെയർ സ്റ്റൈൽ മാറ്റി, ഇപ്പൊ കാണണം. ബോംബ് പരിപാടി എങ്ങനെയുണ്ട് തോമ? ഓ, നിർത്തി. മതി. യു സോ ഹർ ഓൾ റൈറ്റ്. ഇനി എല്ലാവരും സ്ഥലം വിട്ടോ. ഡേസി, ഗോ ആൻഡ് റെസ്റ്റ്. ഓ യെസ് ഡോക്ടർ. Yes, doctor. Sorry, doctor. ബൈ ബൈ. സീ യു. അവന്റെ ഒരു തെറി. ഉറങ്ങുമ്പോ മുറിയിൽ വന്ന് അടുത്ത് കുറെ നേരം നിന്നു അല്ലേ? കുട്ടിച്ചായം പറഞ്ഞോ? ആരും പറഞ്ഞിട്ടല്ല. ഐ കുഡ് സെൻസ് ഇറ്റ്. ഐ ന്യൂ ഇറ്റ്. ഇവിടെ വന്നപ്പോ ഐ ഫീൽ ഓക്കെ. ആ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ. തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ വിശ്വാസം വന്നില്ല. ഇപ്പോഴോ? വൈ? ഓ, വീണ്ടും അങ്ങോട്ട് തന്നെ പോയേണ്ടി വരുമല്ലോ. അതല്ലേ ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചത്? ഡോണ്ട് വറി, മരിക്കാൻ എനിക്ക് മനസ്സില്ല. എങ്കിലോ മരണത്തിന് അങ്ങനെ ഡേസിയെ തോൽപ്പിക്കാൻ പറ്റില്ല പ്രദീപ്. ഐ റിഫ്യൂസ് ടു ഡൈ. പക്ഷെ പ്രദീപ് സഹായിക്കേണ്ടി വരും. ദെൻ ഷുവർ തോൽക്കില്ല. ടെൽ മീ, എന്ത് വേണം? എന്തായാലും പറയൂ. പറയാം. പിന്നെ എനിത്തിങ് യു സേ. പിന്നെ മനസ്സിലാവും. പിന്നെ ഈ സെഡറ്റീവ്സ്, അതാണ് ഭയങ്കര ശല്യം. ആവശ്യമാണെന്നല്ലേ കുട്ടിച്ചായം പറഞ്ഞത്? ഫോർ കംപ്ലീറ്റ് റെസ്റ്റ്.
അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് കുട്ടിച്ചായൻ അറിയില്ലല്ലോ. കളേഴ്സ്, ഫാന്റാസ്റ്റിക് കളേഴ്സ് ആൻഡ് ഡ്രീംസ്. എന്റെ നല്ല നല്ല കളർഫുൾ സ്വപ്നങ്ങളാണ് ഇവർ ബ്ലാക്ക് ഔട്ട് ചെയ്തു കളയുന്നത്. പ്രദീപ്, ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു. അത് പറഞ്ഞാൽ വേണ്ട, ഇറ്റ് വാസ് നോട്ടി. പറയൂ, എന്നോടല്ലേ? പറഞ്ഞോളൂ. നോ. നിനക്ക് ചാവണമല്ലേ? ചാവ്. നീ ചത്താൽ ആർക്കും ഒരു ചുക്കുമില്ല. ദിവസം 100 കണക്കിന് മണ്ടന്മാർ സ്വയം ചാവുന്നുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ദം ഇവിടെ തന്നെ ഓർത്ത ചാടി, പക്ഷെ ചത്തില്ല. കാലൊടിച്ച് വീൽ ചെയറിൽ കിടക്കുകയാണ്. ചാവാനും ബുദ്ധി വേണം ഇവിടെ കഴുത്. ഡെയ്സി പറഞ്ഞ ഒരു കാര്യം നിന്നോട് പറയാൻ ബാക്കിയുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. അത് കേട്ടിട്ട് നീ പോയി ചത്തോ. ഡെയ്സിയുടെ 3ാമത്തെ ആഗ്രഹം, തേർഡ് വിഷ് അറിയണ്ട? Please tell me. You don't deserve to hear it because you don't deserve Daisy. Please. You bloody coward! Philosophy of Dr. James. മരണത്തെ മരണം കൊണ്ട് ജയിക്കാൻ പറ്റില്ല, ജീവിതം കൊണ്ട് ജയിക്കാൻ പറ്റും. ഇതെന്റെ അനിയത്തിക്ക് അറിയാമായിരുന്നു. അതാണ് അവൾ പറഞ്ഞത്.
You know something? ഡെയ്സി മരിച്ചിട്ടില്ല. ഇവിടെ നിന്റെ ഓരോ ഹൃദയത്തുടിപ്പിലും അവൾ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് അവൾ പറഞ്ഞത്. And now you want to kill my sister forever. Go ahead. ഞാൻ മരിക്കില്ല കുട്ടിച്ചായ. ഞാൻ മരിക്കില്ല. ഞാൻ മരിക്കില്ല. കൺമുന്നിൽ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ ഉണ്ടാവും പരിസരത്തിൽ. കുട്ടിച്ചായൻ എന്നെ തരേണ്ടത് എവിടെയാണെന്നറിയോ? ഇത് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. You know how she loves. കുട്ടിച്ചായൻ എന്നും എന്നെ കാണാം. പ്രദീപിന്റെ മനസ്സിൽ ചൈതന്യത്തിൽ. എന്നിട്ട് അവൾ എന്റെ മടിയിൽ കുടഞ്ഞു വീണു. ശരിക്കാനാവാതെ പൊട്ടിക്കറഞ്ഞു. എന്റെ പൊന്നനിയത്തി, എന്റെ ഡെയ്സി, നിന്റെ ഡെയ്സി. നിനക്ക് അവളെ വീണ്ടും കൊല്ലണം അല്ലേ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ ഇനി പോയി ചത്തോ. To see life. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തി, ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡെയ്സി ഡെയ്സി ഓർമ്മതൻ വാസന്ത നന്ദന തോപ്പി